നാടുകാണി ചുരം ഇവിടെയാണ്. ഈ ബോർഡർ കഴിഞ്ഞ് തമിഴ്നാടിന്റെ ബോർഡർ കഴിഞ്ഞ് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന നാടുകാണി ചുരം പൂർണ്ണമായും റബ്ബറൈസ്ഡ് BMBC നിലവാരത്തിൽ നിൽക്കുകയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം നടപ്പിലാക്കിയതാണ്. ഞാനിവിടെ സൂചിപ്പിച്ചു 22 പ്രഖ്യാപനമല്ല വികസനം, അത് ഉമ്മൻചാണ്ടിയുടെ കാലം. തറക്കല്ലിടലല്ല വികസനം, അത് ഉമ്മൻചാണ്ടിയുടെ കാലം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കലല്ല വികസനം. വികസനം ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുന്നതാണ്. അതാണ് പിണറായി സർക്കാർ. 22 PWD റോഡ്. ആ 22 PWD റോഡിൽ മിസ്റ്റർ 20 PWD റോഡ് ഈ മണ്ഡലത്തിൽ BMBC നിലവാരത്തിലാണ്. നിങ്ങൾ ഈ പറയുന്ന റോഡിന് പല ഘട്ടങ്ങളിലും അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. നാടുകാണി പരപ്പനങ്ങാടി നിർദ്ദിഷ്ട പാതയുമായി ബന്ധപ്പെട്ടാണ് ഈ നാടുകാണി ചുരത്തിന്റെ ഉൾപ്പെടെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. നിലമ്പൂർ ടൗണിൽ 5 കോടി രൂപയ്ക്ക് ടൗൺ നവീകരണം ഇപ്പോഴല്ലേ നടപ്പിലാക്കിയത്. നിലമ്പൂർ ടൗണിൽ 5 കോടി രൂപയുടെ ടൗൺ നവീകരണം എന്ന കണ്ണില്ലേ നിങ്ങൾക്ക്? ഇതൊന്നും കണ്ടുകൂടെ? മാമാങ്കരയിലേക്ക് പോകുന്ന റോഡ് അതെങ്ങനെയാണ്? കോൺക്രീറ്റ് റോഡാണോ? അത് ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയതല്ലേ? ഇവിടെ ഓരോരോ മേഖലയിലും റോഡ് കണക്കാണ് പറയുന്നത്. 22 PWD റോഡുകൾ, 20 PWD റോഡുകളും റബ്ബറൈസ്ഡ് നിലവാരത്തിലാണ്. നിലമ്പൂർ മണ്ഡലത്തില് 200 കോടിയോളം രൂപ. മലയോര ഹൈവേകൾ കണ്ടിട്ടുണ്ടോ മൂത്തേടത്തുനിന്ന്? അതൊക്കെ കാണാൻ പോയിട്ട് ഇവിടുത്തെ ലീഗിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ കണ്ടിട്ടില്ലെങ്കിൽ ആ മലയോര ഹൈവേയിലൂടെ പൂക്കോട് എന്നിട്ട് പറ.